നമ്മളെ ആ വേട്ടം കാണാൻ പോയാണ്. കുഞ്ഞൂസിൻ്റെ പ്രിയപ്പെട്ട ആൽവിയേട്ടനും ഫാമിലിയും കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടി ലുലു വരെ പോയതാണ്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ബാൻഡ് മേള നടക്കുകയായിരുന്നു. പാട്ട് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോനങ്ങ് അർമാദിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. ഉത്സവപ്പറമ്പാണേലും കോളേജാണേലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കിടന്നങ്ങ് തുള്ളുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാ ആൽവിനെയും ഫാമിലിയും കണ്ടു. ഇവരുടെ സന്തോഷം ഇങ്ങ് നോക്കിയേ. ആരോരും അല്ലാതെ തീരെ പരിചയമില്ലാത്ത രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വളരെ പെട്ടെന്നാണ് അടുത്തത്. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആൽവിയാണ് അതിൽ എൻ്റെ മകനായിട്ട് അഭിനയിച്ചത്. അങ്ങനെ ഈ രണ്ട് മക്കളും ഒരുപാടങ്ങ് എടുത്തു. ആൽവിനെ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞൂസിന് വേറെ ഒന്നും വേണ്ട. അവരങ്ങനെ ഷോപ്പിംഗ് മാളിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോരോ പർച്ചേസുകളിൽ മുഴുകി. പർച്ചേസ് അല്ല, ചുമ്മാ ഓരോ സാധനങ്ങൾ നോക്കും, എൻ്റെ കയ്യിൽ കൊണ്ടുതരും. നമുക്ക് ബാഗ് വേണോ, നമുക്ക് കമ്മൽ വേണോ, നമുക്ക് വാച്ച് വേണോ, അങ്ങനെയുള്ള അവൻ്റെ അമ്മ പാസമാണ് നടക്കുന്നത്. കമ്മൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാന്താവും. ഡിജിറ്റൽ വില്ലേജ്, ഗോ എന്നീ മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ് കേട്ടോ ആൽവിൻ. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ 11 ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ചിത്രം ലൈവായി വരച്ചിട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു വലിയ കലാകാരൻ തന്നെയാണ് കേട്ടോ ആൽവിൻ. കുഞ്ഞൂസിനും ആൽവിക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ആൽവിൻ നല്ലൊരു ടീച്ചറാണ്. പാട്ട് പഠിപ്പിക്കുക, ഗെയിംസ് പഠിപ്പിക്കുക, അങ്ങനെ ചുരുങ്ങിയ ഒരു മാസം കൊണ്ട് എൻ്റെ കുഞ്ഞൂസിന് ഒത്തിരി കാര്യങ്ങൾ ആൽവി ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ കലാപരിപാടികളും കളികളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് പ്ലേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ 1-2 മണിക്കൂർ അവിടെ ചിലപ്പഴിച്ചു. ആൽവിക്ക് തിരിച്ച് കണ്ണൂരേക്ക് ടൈമായി. അതറിഞ്ഞത് മുതൽ കുഞ്ഞൂസ് സങ്കടക്കടലിലാണ്. ആൽവിക്കും സങ്കടം, കുഞ്ഞൂസിനും സങ്കടം. കളങ്കമില്ലാതെ, ഈഗോ ഇല്ലാണ്ട് എത്ര അൺകണ്ടീഷണലായിട്ടാണ് കുഞ്ഞുങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത്. മൂഡൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ബാൻഡ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഗുഡ് ബൈ പറഞ്ഞ് പിരിയാൻ നേരത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരു കാര്യം കൂടി നടത്തു. കൊച്ചിയിൽ ISL നടക്കുകയാണല്ലോ. ആൽവിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുട്ബോൾ പ്ലെയർ മാരിയറ്റിലേക്ക് പോകുന്ന വഴി ഇവനോട് ടാറ്റ പറഞ്ഞു. അത് കണ്ടിട്ടുള്ള കുഞ്ഞാരാധകൻ്റെ ആനന്ദ കണ്ണീരാണിത്. കുഞ്ഞുങ്ങൾ എന്തുമാത്രം നിഷ്കളങ്കരാണല്ലേ.